അഡ്വക്കേറ്റ് കെ രാംകുമാർ, ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് PV അൻവർ. 188 കേസുകളിൽ, സ്വർണ്ണക്കടത്തും പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട 188 കേസുകളിൽ അന്വേഷണം വേണമെന്നാണ് പ്രധാന ആവശ്യം. ഇപ്പോൾ ഈ അൻവർ ആരോപിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അത് സത്യസന്ധമല്ല, സുതാര്യമല്ല എന്ന ആക്ഷേപം അൻവറിനുണ്ട്. അന്വേഷണം വഴിതെറ്റിപ്പോകുന്നു, അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നത് ആരോപണ വിധേയനായ ADGP MR അജിത് കുമാർ ആണ് എന്ന് അൻവറിന് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ കോടതി മാത്രമേ ആശ്രയമായിട്ട് ഉള്ളൂ. കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് അൻവറിനുള്ളത്. ഈ വിഷയം കോടതിയിൽ എത്തുകയാണെങ്കിൽ ഏത് രീതിയിലുള്ള സമീപനമാണ് ഉണ്ടാവുക? ഇവിടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒരു സാധാരണ പൗരനല്ല, ഒരു ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധി ആകട്ടെ ഇന്ന് ഭരിക്കുന്ന സർക്കാരിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ജയിച്ച് നിയമസഭയിലെത്തിയ ആളാണ്. അപ്പോൾ ഒരു സാധാരണ പൗരൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളെക്കാൾ ഗൗരവമായി ഇവിടുത്തെ നിയമ സംവിധാനവും നീതിന്യായ സംവിധാനവും അദ്ദേഹത്തെ വീക്ഷിക്കേണ്ടതാണ്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. പറഞ്ഞ കാര്യങ്ങളോ വേലി തന്നെ വിളവ് തിന്നുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ആരോപണം. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ സ്വർണ്ണക്കടത്തുണ്ട്, കൊലപാതകമുണ്ട്, പിടിച്ചുപറിയുണ്ട്, തെളിവ് നശിപ്പിക്കലുണ്ട്, ഗൂഢാലോചനയുണ്ട്. ഏറ്റവും ഗൗരവതരമായ പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ എല്ലാ വകുപ്പുകളും, ഇപ്പോഴത്തെ നീതി സംഹിതയിലെ എല്ലാ വകുപ്പുകളും ആകർഷിക്കുന്ന രീതിയിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. ഏത് സർക്കാരിനും ഇത് അന്വേഷിക്കാൻ ബാധ്യതയുണ്ട്. അന്വേഷണം ഒരു ചടങ്ങെന്ന നിലയ്ക്കല്ല, ഉത്തരവാദിത്വത്തോടുകൂടി സത്യം കണ്ടുപിടിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി കുറ്റക്കാരല്ലാത്തവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, കുറ്റക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ഒരന്വേഷണം നടത്താൻ ബാധ്യസ്ഥരാണ് ഏത് സർക്കാർ. ഞാൻ ചോദിക്കട്ടെ, ഹേമ കമ്മിറ്റി എന്ന ഭരണഘടനാ വിരുദ്ധമായ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ മുകൾ 5 കൊല്ലം പൂത്തിവെച്ചിട്ടും ഇപ്പോൾ ഒരു സ്വകാര്യ രംഗത്തെ പണ്ട് നടന്ന കാര്യങ്ങൾ ഊർജിതമായി അന്വേഷിക്കുന്നു, സിനിമാ താരങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു, ജാമ്യം നിഷേധിക്കപ്പെടുന്നു, ഡയറക്ടർമാരെ വേട്ടയാടുന്നു. ഇതൊക്കെ ചെയ്യുന്ന ഒരു സർക്കാരിന് ഒരു ജനപ്രതിനിധി, അവരോട് അനുഭവമുള്ള, അവരുടെ സഹായത്തോടുകൂടി ജയിച്ച് നിയമസഭ അംഗമായ ആൾ ഉന്നയിക്കുന്ന ഗൗരവതരമായ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയെ കാര്യമായി പ്രതികൂലമായി ബാധിക്കുന്ന ഗൗരവമായ കുറ്റങ്ങൾ ആരോപിക്കുമ്പോൾ കണ്ണടിച്ചിരിക്കാൻ പറ്റൂ? അത് നിയമത്തെ കൊഞ്ഞനങ്ങുത്തലല്ലേ? അതാണ് നിർഭാഗ്യവശാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയ വശം എനിക്കത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് കുറ്റകൃത്യങ്ങൾ വ്യക്തമായി നടന്നു എന്നതിൻ്റെ തെളിവിൻ്റെ പിൻബലത്തോടു കൂടിയാണ്. വെറുതെ വ്യക്തിപരമായ വിരോധത്തിൽ ഒരാരോപണം ഉന്നയിച്ചു എന്ന് ആരും പറയില്ല. കാരണം ആരോപണ വിധേയർ DGP, SP തുടങ്ങിയ ഉന്നത റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരോട് ചേർന്ന് കെട്ടി നിൽക്കുന്നവരുമാണ്. ഒരു കൊലപാതകം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നും പറയുന്നു. ഇതൊക്കെ വളരെ ഗൗരവമായ, കേരളത്തിലെ ജനങ്ങൾ ഭയപ്പാടോടുകൂടിയാണ് ഈ ആരോപണങ്ങൾ വീക്ഷിക്കുന്നത്. ഇതിൽ സത്യത്തിൻ്റെ ഒരംശം പോലും ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഒരു ജനകീയ സർക്കാരിനുണ്ട്. പ്രത്യേകിച്ചും പാവപ്പെട്ടവരെ പ്രതിനിധീകരിക്കുന്ന വീമ്പിളക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. അവർക്ക് ഈ കാര്യത്തിൽ പ്രത്യേക ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് കോഗ്നൈസബിൾ ഒഫൻസസ് എന്ന നിയമത്തിൻ്റെ വാക്കിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഏത് സർക്കാരിനും, സർക്കാർ എന്ന വിശേഷണം അവർക്ക് യോജിക്കുമെങ്കിൽ അത്യന്താപേക്ഷിതമായി
ഗൗരവതരമായ നിഷ്പക്ഷമായ ഒരന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള ബാധ്യത ഈ സർക്കാരിനുണ്ട്. അത് നിർവഹിക്കുന്നതിൽ നിർഭാഗ്യവശാൽ എന്ത് കാരണങ്ങളാണെങ്കിലും ഈ സർക്കാർ പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു. ഇനിയും ഈ പരാജയ മനോഭാവം തുടർന്നാൽ കോടതിയെ സമീപിക്കുക മാത്രമേ ബന്ധപ്പെട്ടവർക്ക്, പരാജിതർക്ക്, പരാതിക്കാർക്ക് വഴിയുള്ളൂ. ആ വഴി CPV അന്വർ സ്വീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോടതി അതിൽ ഉൾക്കൊള്ളുന്ന ഗൗരവത്തോടുകൂടി ആ വിഷയത്തെ പരിഗണിക്കും. കോടതി എന്താ ചെയ്യാൻ പോണ് എന്ന് പറയുന്നത് ഭംഗികേടാണ്. പക്ഷേ എൻ്റെ വിശ്വാസം ഗൗരവപൂർവ്വം കോടതി, അവഗാഢത്തോടുകൂടി കോടതി ഈ വിഷയം പരിശോധിക്കും. അതായിരിക്കണം അടുത്ത നടപടി എന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഒഴിവാക്കേണ്ടത് സർക്കാരിൻ്റെ ചുമതലയാണ്. യെസ്.